നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വലിയ പ്രതിഷേധം യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. സ്ഥാപനത്തിലേക്ക് അല്പസമയം മുൻപാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടായത്. തൊഴിലാളികളോട് ബുദ്ധിമുട്ടായിട്ട് പെരുമാറണം എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട്. അതിന്റെ വീഡിയോ സഹിതം വന്നേക്കുന്നത്. ഇവിടെ നമ്മളെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാരും ഉണ്ടോ? അവര് തൊഴിലാളികളോട് പെരുമാറുന്നത് നമ്മൾ വ്യക്തമായിട്ട് തെളിവുകൾ നമുക്ക് ഇതിനു മുമ്പും ഇവർക്ക് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് പെരുമ്പാവൂർ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇതിന്റെ ബ്രാഞ്ചുകളുണ്ട്. അവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. വനിതകളടക്കമുള്ള ആളുകൾ പരാതി ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്നിപ്പോ കൊച്ചിയിൽ നടന്ന ഒരു വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് എത്തിയത്. ഇത്ര മോശമായിട്ട് പ്രാകൃതമായിട്ട് രീതിയിൽ തൊഴിലാളികളോട് പെരുമാറുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമ്മളൊരു പ്രതിഷേധമായിട്ടൊക്കെ മാത്രമേ വരുള്ളൂ. ഇന്നിപ്പോ വന്ന എല്ലാവരും ഇറക്കി സ്ഥാപനം അടക്കാണ്ട ഒരു സാഹചര്യം, ഇത്രയും മോശമായിട്ട് പെരുമാറുന്ന ഒരു സ്ഥാപനം കൊച്ചി പോലത്തെ ഒരു സിറ്റിയിൽ ഇങ്ങനെ ഒരു രീതിയിലുള്ള തൊഴിലാളികളോട് പെരുമാറുന്ന ഒരു സ്ഥാപനത്തിന് എതിരെയാണ് നമ്മൾ ഇന്നൊരു പ്രതിഷേധം. ഇന്ന് എല്ലാ ആളുകളെയും പുറത്താക്കി ഈ സ്ഥാപനം പൂട്ടി മറ്റുള്ള ബ്രാഞ്ചുകളിൽ നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയിലെ മറ്റുള്ള സ്ഥലങ്ങളിലുള്ള ആളുകളും ഇവരെവിടെയൊക്കെ ബ്രാഞ്ച് ഉണ്ടോ ആ സ്ഥലങ്ങളിലേക്കും ഈ പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് യൂത്ത് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. സ്നേഹമോൾ നയനാൻ നൽകും. സ്നേഹ, ഒരു പ്രതിഷേധം സ്വാഭാവികമാണ്. കാരണം അത്രത്തോളം ക്രൂരമായ പീഡനമാണ് ആ സ്ഥാപനത്തിലെ ഓരോ തൊഴിലാളികളും നേരിട്ടത്. ഇതിപ്പോൾ പെരുമ്പാവൂരിലുള്ളതാണോ അതോ കലൂരിലുള്ള സ്ഥാപനത്തിലാണോ ഒരു പ്രതിഷേധം ഉണ്ടായത്? പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? പ്രതിഷേധം ഇപ്പോഴും തുടരുന്നില്ല. ആദ്യഘട്ടത്തിൽ തന്നെ ആരോപണ വിധേയമായ ഒരു കമ്പനി ഉണ്ടായിരുന്നു. അത് കലൂരിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സ്വകാര്യ കമ്പനിയായിരുന്നു. ഈ കമ്പനിയിലായിരുന്നു ഈ വീഡിയോ പ്രചരിച്ചത് എന്നതരത്തിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. അതേ തുടർന്ന് തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അല്പസമയം മുൻപാണ് ഈ കമ്പനിയിലെത്തി ഇവിടുത്തെ ഓരോ ക്യാബിനിലും, അതായത് ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ കയറിയും ഇവിടുത്തെ കസേരകളടക്കം, ഈ ചെയർമാൻ്റെ കസേരകളടക്കം പുറത്ത് വലിച്ച് ഇടുകയും അതോടൊപ്പം തന്നെ ഓരോ ജീവനക്കാരെയും പുറത്തിറക്കുകയും ഇന്ന് ഈ കമ്പനി പൂട്ടിക്കാൻ പോവുകയാണെന്ന തരത്തിൽ അവരുടെ പ്രതിഷേധം ഇവിടെ പ്രകടമാക്കുകയും ചെയ്തത്. അതിനുശേഷം ഇവർ ഈ കമ്പനി പൂട്ടിച്ചിരുന്നു. പക്ഷേ ഇവിടുത്തെ പാലാരിവട്ടം പോലീസ് സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി. അതോടൊപ്പം തന്നെ ഈ ആരോപണ വിധേയമായ ഈ കൊച്ചിയിലെ ഈ കലൂരിൽ പ്രവർത്തിക്കുന്ന ഈ സ്വകാര്യ കമ്പനിയുടെ ഈ ചെയർമാനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തങ്ങൾക്ക് നേരിട്ട് ബന്ധമുള്ള കാര്യമല്ല, മാത്രമല്ല തങ്ങളുടെ ഈ ഓഫീസിലല്ല ഇക്കാര്യം നടന്നതെന്നാണ്. അതായത് ഈ കമ്പനിയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി മറ്റൊരു പുറത്തു കൊണ്ടുപോയി വിൽപ്പന നടത്തുന്ന മറ്റൊരു കമ്പനിയാണ് ഈ കെൽട്രോ, അതായത് ഈ മൊബൈലിൻ്റെ കെൽട്രോ എന്ന് പറയുന്ന ഈ കമ്പനി. ഈ കമ്പനിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം ആ കെൽട്രോ എന്ന് പറയുന്ന കമ്പനിയിൽ നിൽക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെയും പ്രചരിച്ചിരുന്നു. അത് സ്വാഭാവികമാണ്. ഒരു ചെയർമാൻ എന്ന നിലയിൽ തങ്ങളുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആളുകളുടെ ഈ ഒരു കമ്പനിയുടെ ഉദ്ഘാടനത്തിന് അദ്ദേഹം പോയപ്പോൾ എടുത്ത ദൃശ്യങ്ങളാണ് നിലവിൽ അദ്ദേഹമാണ് കമ്പനി ഉടമ എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. ഇവിടുത്തെ ജീവനക്കാരടക്കം പറയുന്നത് തങ്ങളുടെ സ്ഥാപനത്തിൽ ഇത്തരത്തിലൊരു പ്രവൃത്തി നടന്നിട്ടില്ല എന്നതാണ് പറയുന്നത്. ഇവിടെ ഈ സ്ഥാപനത്തിൽ ഉൾപ്പെടെ കയറി പരിശോധിച്ച പാലാരിവട്ടം പോലീസ് പറയുന്നതും ഇതിൻ്റെ ഫ്ലോറും അതോടൊപ്പം തന്നെ ഈ വീഡിയോയിൽ കാണുന്ന ഈ സംഭവം നടന്നിരിക്കുന്ന ഫ്ലോറും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ കെട്ടിടവും അതുപോലെ തന്നെ വ്യത്യാസമുണ്ടെന്നാണ് പറയുന്നത്. നിലവിൽ ദൃശ്യങ്ങൾ പ്രചരിക്കുന്ന ഈ വീഡിയോ, ഇത് എവിടെ നിന്നാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്, എവിടെ നിന്നാണ് ഈ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. ഏതായാലും ആദ്യഘട്ടത്തിൽ തന്നെ ആരോപണ വിധേയമായ ഈ കമ്പനി പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് നിലകൊള്ളുന്നത്. ഈ പാലാരിവട്ടം പോലീസിന് ഈ കമ്പനിയിൽ നിന്ന് ഇത്തരത്തിലൊരു അനുഭവം തൊഴിലാളികൾ നേരിട്ടു എന്ന തരത്തിലുള്ള പരാതികളൊന്നും ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ ദൃശ്യങ്ങളെക്കുറിച്ച് യാതൊരുവിധ സൂചനയും ലഭിച്ചിട്ടില്ല. ഇനി ഈ കമ്പനി ഉടമയ്ക്ക് എന്തെങ്കിലും ഈ നേരിട്ട് ഈ കെൽട്രോ എന്ന് പറയുന്ന ഈ മൊബൈലിൻ്റെ കമ്പനിയുമായിട്ടോ അല്ലെങ്കിൽ ഈ സംഭവമായിട്ടോ ബന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ ആ തരത്തിലുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. നിലവിൽ മൊബൈലുമായി, അതായത് ഈ കമ്പനിയിലെ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് പുറത്തു കൊണ്ടുപോയി വിറ്റിരുന്ന ഒരു വ്യക്തി എന്നൊരു നിലയിൽ മാത്രമേ മൊബൈലിനെ അറിയുകയുള്ളൂ. മറ്റ് വ്യക്തിബന്ധങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത്തരത്തിൽ തങ്ങളുടെ ഒരു ക്ലയൻറ്റ് എന്ന രീതിയിൽ പ്രവർത്തിച്ച ഒരു സ്ഥാപനമായിരുന്നു കെൽട്രോ എന്നാണ് ഈ കൊച്ചിയിലെ ഈ കലൂരിൽ പ്രവർത്തിക്കുന്ന ഈ സ്വകാര്യ കമ്പനിയുടെ ചെയർമാൻ അടക്കം പറയുന്നത്. പക്ഷേ അല്പസമയം മുമ്പ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കം ഇവിടെ എത്തി ഇവിടെ വലിയ പ്രതിഷേധങ്ങളൊക്കെ തന്നെയും പ്രകടിപ്പിക്കുകയുണ്ടായി. പക്ഷേ നിലവിൽ പോലീസ് പറയുന്നതനുസരിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെങ്കിൽ ഇവർക്കെതിരെ നടപടിയെടുക്കും എന്ന് തന്നെയാണ് പറയുന്നത്.